എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് അരിപ്പൊടി, അതിലേക്ക് അല്പം നെയ്യും വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം അതിനെ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് ആവി കയറ്റാൻ പോവുകയാണ്. 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പുറത്തിരുന്ന് അല്പം തണുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു സ്ക്വയേഴ്സ് ആക്കി എടുക്കുകയാണ്. നമുക്ക് ഹൊറിസോണ്ടലിനും വെർട്ടിക്കലും ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ അടകളുടെ പീസസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. അല്പം വെള്ളം വെച്ച് അതിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമുക്ക് ഇത് അടകൾ ഓരോ പീസസ് ആക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് അടകളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായി പായസം ഉണ്ടാക്കുന്നതിന് ഒരു ഉരുളിയിലേക്ക് 500 ഗ്രാം ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്ന ശേഷം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അട വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടയും നമ്മുടെ ശർക്കരയും നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ ഇത് നമ്മുടെ അടയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 3-ാം പാലെന്ന് പറയുന്നത് നമ്മൾക്ക് അല്പം തിക്നെസ് കുറഞ്ഞ പാലാണ്. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോഴിതാ നമ്മളുടെ 3-ാം പാലും അതുപോലെ തന്നെ അടയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 2-ാം പാൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ തിക്നെസ് ഉള്ള പാലാണ്. ഈ പാലും നമ്മളുടെ അടയും ശർക്കരയും നന്നായിട്ട് ഇനി മിക്സ് ആവണം. മിക്സായി നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഇതാ നമ്മളുടെ 2-ാം പാലും ശർക്കരയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ പായസം നല്ല ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ചുക്കും ഏലക്കയും ജീരകവും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പായസത്തിന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ആ പൗഡർ എത്തുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1-ാം പാലെന്ന് പറഞ്ഞാൽ ഏറ്റവും തിക്കായിട്ടുള്ള പാലാണ്. ആ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം നെയ്യിൽ വറുത്ത കശുവണ്ടിയും അതുപോലെ തേങ്ങാക്കൊത്തും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. ഇത് നമ്മളുടെ പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ തേങ്ങാക്കൊത്തൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നല്ല ചൂടോടെ തന്നെ നമ്മൾ പായസം കുടിക്കണം. ഇതാ നമ്മളുടെ പായസം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.